ഈ വണ്ടിയിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു പ്രവാസി, നിങ്ങൾക്ക് മറ്റൊരു ഭാഗത്തേക്ക് ചിന്തിക്കാനില്ല, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ ചെയ്യണില്ല. ഇനി എനിക്ക് കിട്ടാനുള്ള നീതി എനിക്ക് മേടിച്ച് തരണം, മേടിച്ച് തന്നേ പറ്റൂ. ഈ മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ വഞ്ചിക്കപ്പെട്ട് എന്നെ പറ്റിച്ച് എനിക്ക് നീതി വേണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത ഒരാൾ, അതിലെല്ലാം കൂടെ മനസ്സ് തകർന്ന് വിഷമിച്ച് നിൽക്കുന്ന ഒരാളെ മുഖമാണ് നിങ്ങൾ കണ്ട്. ഇന്ന് ചിരിച്ചും കൊണ്ട് മമ്മൂട്ടിൻ്റെ മരി നിൽക്കുന്നുണ്ട് അലീക്ക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലീക്കാന് നീതി കിട്ടി. എങ്ങനെ കിട്ടിയെന്നുള്ളത് അലീക്കൻ നിങ്ങളടുത്ത് പറയുന്നതാണ് അല്ലേ അലീക്ക? സുരേഷ് ഏട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. സുരേഷ് ഏട്ടൻ തക്ക സമയത്ത് വന്നിട്ട് ഇടപെട്ടു. ഈ ഒരു സംഭവത്തിൽ നമ്മുടെ കൂടെ നിന്ന് അത് സോഷ്യൽ മീഡിയ വഴി എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ചീറ്റിക്കപ്പെടാതെ രൂപത്തിൽ തന്നെ ആദ്യമേ ഇതുപോലെ നമ്മൾ വണ്ടി പോയി പരിശോധന ചെയ്ത് എടുക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് സംഭവിച്ചത്. അത് മറ്റാർക്കും ഉണ്ടാവരുത് എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് അതൊരു അനുഭവമായിട്ട് ഇരിക്കട്ടെ. എനിവേ, എനിക്ക് സംഭവിച്ച വിഷമം, നമ്മളൊരു വാഹനം എടുത്ത് അതിന് ഒരുപാട് ചീറ്റിങ് സംഭവിച്ചു. ആ സംഭവങ്ങൾ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് അതിനിപ്പോൾ ഈ മീഡിയ വഴിയിൽ കൂടെ അവർക്ക് ബോധ്യപ്പെട്ടു. അവരതിനൊരു സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒരു മധ്യസ്ഥക്ക് തയ്യാറായി. നമുക്ക് വന്നിരിക്കുന്ന നഷ്ടങ്ങൾ വഹിച്ചു തരാൻ അവർ ബാധ്യസ്ഥരായി. അതിനൊരു വ്യവസ്ഥ വരുത്തി 1 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ഞാൻ ആവശ്യപ്പെട്ടത്. അത് പിന്നെ മധ്യസ്ഥന്മാർ സംസാരിച്ച് അവരുമായി ഡീൽ ചെയ്ത് ലാസ്റ്റ് 75,000 രൂപ എനിക്ക് തരാം എന്നുള്ളൊരു ഡീൽ ഉറപ്പിച്ചു. അത് വേദി ഉണ്ടാക്കി ആ കാര്യം അവർ ക്ലിയറായി ഭംഗിയായി എനിക്ക് തരുകയും ചെയ്തു. വളരെ സന്തോഷമായി. ഈ ഒരു കാര്യത്തിൽ സുരേഷ് ഏട്ടൻ ഇതിൽ ഇടപെട്ടതും അതിൻ്റെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായതും ഇത് മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ റിസ്ക് എടുക്കാതെ തന്നെ ഈ വിഷയത്തിൽ ഞാൻ സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ടു എന്നുള്ളത് നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. ഇതിൽ ഫോളോ അപ്പ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. നമ്മൾ ഈ വീഡിയോ ആദ്യം ചെയ്ത ടൈമിൽ ഇത് വിറ്റത് ആരാണ്, വിറ്റ ആൾ ഡീറ്റെയിൽസ് പറയുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ആ വീഡിയോയിൽ അത് പറയാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ വീഡിയോ അവർ കണ്ടിട്ട് അവർ അതിനെ ഒരു സൊല്യൂഷൻ അവരായിട്ട് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് അങ്ങനെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഒരാളെ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പബ്ലിക്കായിട്ട് അപമാനിച്ചിട്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകണ്ട. എനിക്കിപ്പോൾ ഈ പ്രശ്നം കണ്ട് അത് വ്യക്തമായിട്ട് ഇയാളുടെ ഭാഗത്താണ് ന്യായം, ഇയാൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായതിൻ്റെ മുകളിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇദ്ദേഹം ഡെലിവറി എടുക്കുന്ന ടൈമിലുള്ള ഫോട്ടോസ്, കാര്യങ്ങൾ, ഇവരെ വോയിസ് സംഭാഷണങ്ങൾ ഇതൊക്കെ എന്നെ കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള പ്രൂഫും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അല്ലാതെ വെറുതെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന പരിപാടിയല്ല നമ്മൾ ചെയ്യണേ. ഇദ്ദേഹത്തിന് ന്യായം കിട്ടണം, ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, ഇയാൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ചെയ്താണ്. അതിനുള്ള ഫലം ഉണ്ടായി. 1 ലക്ഷം ആവശ്യപ്പെട്ട സ്ഥലത്ത് ഇപ്പോൾ 75,000 രൂപ കിട്ടി. അദ്ദേഹം അതുകൊണ്ട് പൊരുത്തപ്പെട്ട്. അപ്പോൾ ഈ പ്രശ്നം അതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഏതായാലും ഈ സെല്ലർക്ക് തെറ്റുകൾ മനസ്സിലായി, അദ്ദേഹം അത് കോംപ്രമൈസ് ചെയ്ത് അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നതിന് നല്ലൊരു കാര്യമാണ്. അതെ, അതിനൊരു അപ്രീസിയേഷൻ കൊടുക്കല്ലേ? തെറ്റ് തിരിച്ചറിഞ്ഞ് അത് അവർ കോംപ്രമൈസ് ആക്കി. അതിന് ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടാവും പലതും, പക്ഷെ എന്തായാലും അത് സെറ്റിലായി. നമ്മളെ ഈ അലീക്ക ഇപ്പോൾ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ ഈ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിന്റെ എന്തായി അപ്ഡേഷൻ ചോദിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരോടത്തൊക്കെ പറയാനുള്ളത് അലീക്കന്റെ പ്രശ്നം സോൾവ് ആയി, അലീക്ക ഹാപ്പിയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫോളോവേഴ്സിനും ഓഡിയൻസിനും ബിഗ് സല്യൂട്ട്. താങ്ക് യു. ബൈ.